എന്നെ 2 മിനിറ്റ് ഫോൺ വിളിച്ച് എടാ ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളു ലോണിൽ ഇവിടെ വന്നപ്പോ 750 ആൾക്കാര് നോക്കിക്കളഞ്ഞ ആരടി നീന്ന് ഫുഡ് കഴിച്ചതാ ജിബുക്ക കഴിച്ചിട്ട് പോയാൽ മതി കേട്ടാ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻഗേജ്മെന്റ് ഈവിന്റെ വീഡിയോ ആണ് കേട്ടോ. വലിയ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ എന്നെ കാണാൻ വേണ്ടി ഫ്രണ്ട്സും ഫാമിലിയും കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ അവരുടെ കൂടെ ഒരു കുറച്ച് നല്ല സമയം എനിക്കൊരു മെമ്മറി ആക്കാൻ വേണ്ടി മാത്രം സൂക്ഷിക്കുന്ന വീഡിയോ കേട്ടോ. ഇടുവോന്ന് പോലും അറിയില്ല, എന്നാൽ കൂടി എടുത്തു വെക്കാം ഒരു സന്തോഷത്തിനെന്ന് വിചാരിച്ച്. പിന്നെ വൈബ് ആക്കണം എന്നുണ്ട് കേട്ടോ മാക്സിമം എല്ലാവരുടെയും കൂടെ, കാരണം ഇതൊക്കെയല്ലേ നമുക്ക് പിന്നീട് ഓർത്തിരിക്കാനായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് ഡ്രസ്സപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച്, പിന്നെ അവരെന്നെ കാണാനായിരിക്കുമല്ലോ വന്നേക്കുന്നത്, അപ്പോൾ ഇത്തിരി സുന്ദരിയായിട്ടൊക്കെ നിൽക്കണ്ടേ. അപ്പോൾ എന്തായാലും റെഡി ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ തുടങ്ങിയാൽ ഇന്നത്തെ അംഗം. സോ ഗൈസ്, മറക്കണ്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ നേരത്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രത്യേകം ടിക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. കാരണം മരുന്നും കൊണ്ടിട്ടല്ല, എന്നാലും മാത്രം നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. സോ ഗൈസ്, ലെറ്റ്സ് ജമ്പ് ഇൻടു ദ വീഡിയോ. മോയ്സ്ചറൈസർ ഇട്ട് സ്റ്റാർട്ട് ചെയ്യട്ടെ കേട്ടോ. കാരണം നല്ലൊരു പ്ലംബി ആയിട്ടുള്ള സ്കിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മേക്കപ്പ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഞാൻ വലിയ കാര്യമായിട്ടൊന്നും മേക്കപ്പിൻ്റെ കാണിക്കണില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഒരുങ്ങണോ അത്രേ ഉള്ളൂ. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫുൾ വീഡിയോ ചെയ്യണമെങ്കിൽ, എങ്ങനെയാണ് ഒരുങ്ങിയെന്നൊക്കെ ഫുൾ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയണേ, നമുക്കത് പരിഗണിക്കാം. കൂടെ എൻ്റെ വിശേഷങ്ങളും ഇപ്പോൾ എൻ്റെ കല്യാണത്തിൻ്റെ ഒക്കെ വിശേഷങ്ങളൊക്കെ കൂടിയുള്ള ഒരു ചിറ്റ് ചാറ്റ് ഗെറ്റ് റെഡി വിത്ത് മീ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ പറയണേ. അപ്പോൾ എന്തായാലും എൻ്റെ ഐബ്രോസ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഓയിലുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ എന്തെങ്കിലും സ്ലീക്കായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. കാരണം വേറെ എന്ത് ചെയ്താലും മുടിയിലിരിക്കാൻ ഒരു സാധ്യതയുമില്ല. നമുക്ക് എന്തെങ്കിലും സ്ലീക്കായിട്ട് ചെയ്ത് കൊടുക്കാം. നാളെ രാവിലെ ഞാൻ നന്നായിട്ട് ഹെയറൊക്കെ വാഷ് ചെയ്തിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോവാമെന്ന് ഞാൻ വിചാരിക്കാം കേട്ടോ. മുടി ഞാൻ ഏകദേശം ഈ പരുവത്തിലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്നോട് സ്നേഹമുള്ള ഒരാൾ കണ്ട എൻ്റെ അടുത്തോട്ട് വന്ന് ചക്കര ഇവനാട്ട വന്നത് ഇത്ര നേരമായിട്ട്. എല്ലാവരും വന്നും പോയിരിക്കേണ്ട കമ്പനി ഇരിക്കണുണ്ട്. എനിക്ക് തോന്നുന്നു ഇവളാണ് എൻ്റെ ബ്രൈഡ്സ് ഓൺ ഡ്യൂട്ടി എന്ന് തോന്നുന്നു, ബ്രൈഡ്സ് മെയ്ഡ് ഓൺ ഡ്യൂട്ടി. അപ്പോൾ അതേ ഞാൻ ഹെയർ കുഴപ്പമുണ്ടോ, മുടി ഇങ്ങനെ കെട്ടി സ്ലീക്കാക്കി. ഇനി ഔട്ട്ഫിറ്റ് ഇടട്ടെ. ഇയറിങ്സും ആക്സറീസ് ഒക്കെ ഇട്ടിട്ട് വേഗം ചാടി പുറത്തിറങ്ങട്ടെ. നമ്മൾ ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് എന്ന് പറഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഔട്ട്ഫിറ്റ് ആണിത്. ഓൾറെഡി എനിക്ക് ഇട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എനിക്ക് കാണാൻ പോകണുള്ളതെന്ന് അറിയില്ല കേട്ടോ. പക്ഷെ ഞാനത് തയ്പ്പിച്ചതാണ്. അടിപൊളി ഔട്ട്ഫിറ്റ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ഈവിന് ഇടുന്നത്, എൻഗേജ്മെൻറ്റ് ഈവിന് ഇടുന്നത് കേട്ടോ. വലിയ പരിപാടികളൊന്നും ഇല്ല, പിന്നെ ഒരുങ്ങി നിൽക്കാമെന്നും കരുതി മാത്രം ഞാൻ എടുത്ത് ഇടുന്ന കേട്ടോ. അപ്പോൾ ഇതിടാം, ഔട്ട്ഫിറ്റ് ഇടാം. അപ്പോൾ ദേ നമ്മൾ ഔട്ട്ഫിറ്റ് മുഴുവനായിട്ട് ദേ ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്ലാസ് ആണ്. ഇനിയിപ്പോൾ എന്താ കുറവ്? ആക്സസറീസ് ആണ് കേട്ടോ കുറവ്. നല്ല ഒരു ഇയറിങ്സും അതുപോലെ ഫിംഗർ റിങ്ങും ഒക്കെ ഇട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യണം. ദേ ഇതാണ് കേട്ടോ നമ്മളുടെ ഇയറിങ്സ്. എൻ്റെ അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതില്ലേ നോക്കി സെലക്ട് ചെയ്തെടുത്ത ഇയറിങ്സ് ആട്ടോ ഇത്. കണ്ടോ? ഈ ഫിംഗർ റിങ് എനിക്ക് അമ്മു തന്നതാണ് കേട്ടോ. ചേച്ചിയുടെ ഔട്ട്ഫിറ്റിന് അടിപൊളിയായിരിക്കും എന്നും പറഞ്ഞിട്ട് അവളെ കൊണ്ട് തന്നതാണ്. അപ്പം ഞാൻ ആ ഒരു ഫിംഗർ റിങ്ങും കൂടി ഇട്ട് കൊടുക്കുവാണ്. മൊത്തത്തിൽ എനിക്ക് ഔട്ട്ഫിറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പെർഫ്യൂം അടിച്ചേക്കാട്ടോ, കുളിച്ചിട്ടില്ലെന്ന് ആർക്കും മനസ്സിലാവണ്ട, ചുമ്മാ. എൻ്റെ ഫേവറേറ്റ് ആട്ടോ ഈ പെർഫ്യൂം, കാസബ്ലാങ്ക. പുഷ്ക് വന്നേ. നല്ല രസോട്ട് ചേച്ചിയുടെ ഭയങ്കര സുഖം ചേച്ചി. തടവാൻ നല്ല സുഖമുണ്ട് തടവാൻ. മസ്ലിനാട്ടോ, മസ്ലിൻ. ദുഷ്ടന്മാര് ഡാൻസ് പ്രാക്ടീസിന് പോയിട്ട് എന്നെ കേട്ടില്ല അങ്ങോട്ട്. നീ നേരത്തെ പഠിക്കണമായിരുന്നു. തലേദിവസം ഇത്രയും ഡാൻസ് പഠിക്കാൻ അത് പോട്ട്. എന്നെ 2 മിനിറ്റ് ഫോൺ വിളിച്ച് എടാ ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളു ലോണിൽ ഇവിടെ വന്നപ്പോ 750 ആൾക്കാര്. ഇത് മാത്രമല്ല കുറെ പേര് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടാ. എടാ ലക്ഷ്മി വാവാ നീ എൻ സൗഭാഗ്യം വാവാ ലക്ഷ്മി. എനിക്ക് നീ കഴിഞ്ഞ സാറ് റിസോർട്ടിൽ നിന്ന് പാടിയപ്പോഴാ തോന്നി എനിക്ക്.
ഫ്രണ്ട്സ് വന്ന് ഗൈസ്, ഫ്രണ്ട്സ് വന്ന്. Hey guys, അവൻ ഗ്ലാമി ഇതാണ് വാത്തുരുത്തി ഗ്ലാമി കണ്ടോ? അവളൊരു ലിപ്സ്റ്റിക് പോലും ഇടാത്തതിന് വിഷമം. സുന്ദരി സുന്ദരി. ഡാൻസ് പ്രാക്ടീസ് ആയിരുന്നു കേട്ടോ. എനിക്ക് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് എന്നെ കേറ്റിയില്ല അതിന്റെ ഉള്ളിലോട്ട് കാണാണ്ടിരിക്കാൻ വേണ്ടി. എടാ എങ്ങനെയുണ്ട് സുന്ദരി? ഇത് പാന്റ് ആയിരുന്നല്ലേ? പാന്റ് പോലത്തെ പാവാട. ബാ നമുക്ക് ആൾക്കൂട്ടത്തിലോട്ട് പോകാം. വരൂ. ഹലോ കുഞ്ഞാവേ, ഇത് ബാമാമ്മയുടെ ആങ്ങളയുടെ കൊച്ചാണ് ട്ടോ. ഹായ് പറഞ്ഞേ, ഹായ് ഹായ് പറഞ്ഞേ, ഹായ്. ക്രൂശിച്ച് നോക്കിക്കളഞ്ഞ ആരടി നീന്ന് ആണോ? ബാ നമുക്ക് വായിൽ കൊണ്ടുപോകാം. ബാ അവിടെ കൊണ്ടുപോകാം, ക്യാമറയുടെ ഉള്ളിൽ കൊണ്ടുപോകാം. ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ, ഹായ്. ഇങ്ങനെ കാണിച്ചേ, ഇങ്ങനെ കാണിച്ചേ, ഹായ് ഹായ്. ഇങ്ങനെ ഉമ്മടുത്തേ, ഇങ്ങനെ കാണിച്ചേ. നോക്കണോക്കി കരയോ? കരയോ? താൻ കരയൂല. പാന്റ് പോലത്തെ പാവാട. ചിരിച്ചേ കുഞ്ഞു, ചിരിച്ചേ. അവിടെ നോക്കി ചിരിച്ചേ. ആണ്ട് പൊന്നെന്താണ് കരയണ? ദേ 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 ഇതെന്താ ഇത്? ദേ 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 ഇതോക്കി 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 ഇതോക്കി. നിങ്ങളന്ന് ഉത്സവം വ്ളോഗിലും എല്ലാത്തിലും കണ്ടില്ല അനുന്റെ കുഞ്ഞാവ് ജാൻസ് കണ്ടാ? ഞങ്ങളുടെ അനുക്കുട്ടീനെ കണ്ടാ? ഇവിടെ എല്ലാ ദിവസവും മുടങ്ങാണ്ട് വന്ന ഒരാളാണ് അനുക്കുട്ടി. അതെ. എന്താണ്? ഇല്ല, സ്പെല്ലിങ് വെച്ചില്ല. അനുക്കുട്ടി തന്നെയാണ്. അനുക്കുട്ടിയുടെ ആണ് എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ വന്ന് ഹാജറിടുന്ന ആളട്ടാ. എന്താ കാരണം പറഞ്ഞ എല്ലാ ദിവസം വന്നേന്ന്? സൊസൈറ്റിയുടെ പിരിവിന് വന്നിട്ടാ. അതെ, സ്പെല്ലിങ് വെച്ചിക്കൂല, കറക്റ്റ് ആണ്. അപ്പൊ അനുക്കുട്ടി ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ. ഇത്ര ആത്മാർത്ഥതയുള്ള വീഡിയോഗ്രാഫർ കം ഫാമിലി ഫ്രണ്ട് കം ആരുണ്ട് കണ്ട? തലേ ദിവസം വന്ന് അന്വേഷിക്കുന്നുണ്ട് ബ്രൈഡ് സെറ്റ് ആണെന്ന്. ഞാൻ പറഞ്ഞിട്ടില്ലേ പണ്ട് മുതലേ സജീബ് കൈവച്ച അത് അടിപൊളിയാണെന്നുള്ളത്. ട്രെൻഡിങ് നമ്പർ 6 പ്രപ്പോസൽ വീഡിയോ. എന്ത് വേണമല്ലേ? അതെ, ഞങ്ങൾക്ക് ഫസ്റ്റ് അടിക്കണം. ഞങ്ങള് അല്ല, എൻഗേജ്മെന്റ് വീഡിയോ നമ്മള് ട്രെൻഡിങ് നമ്പർ 1. ആഗ്രഹം കേട്ടോ. ഫുഡ് കഴിച്ചോ സജീബക്ക? കഴിച്ചിട്ട് പോയാൽ മതി കേട്ടാ. എന്ത് വീട്ടില് പരിപാടി ഉണ്ടായാലും ചേച്ചിമാരെ കാണിക്കാണ്ട് എങ്ങനെ ഇരിക്കും? സാധാരണ ചേച്ചി പ്ലേറ്റിംഗ് ക്ലാസ് ഒക്കെ ആയിട്ട് പെരുന്നാൾ വീഡിയോ കണ്ടില്ലേ? ഓടി നടക്കലാണ് പതിവ്. പക്ഷെ നടങ്ങിയൊതിരിക്കുന്ന സ്മരിച്ചിന് അല്ലപ്പോഴും കിട്ടുള്ളൂ. പിന്നെ പ്രിയ ചേച്ചി ഉണ്ട് കേട്ടാ. പ്രിയ ചേച്ചി വൻ ഓളത്തിലാണല്ലേ പ്രിയ ചേച്ചിന്റെ കല്യാണമായിട്ട്? പിന്നല്ലാതെ. എനിക്ക് ഡെക്കറേഷന്റെ വീഡിയോ അയച്ചു തരും, എനിക്ക് ഓരോ സാധനങ്ങളുടെ ഒക്കെ വീഡിയോ അയച്ചു തരും. ശാരും ഇത് നോക്കുന്നു പറയുന്നതും പരം മോട്ടിവേഷൻ വേറെ എന്ത് വേണം? എടി അമൃത, എങ്ങനെയുണ്ട് കല്യാണം കഴിച്ചിട്ട്? കൊള്ളാട് രസമുണ്ടല്ലേ? കല്യാണമോ കഴിഞ്ഞിട്ടാ മുത്തിന്റെ? എന്റെ ടൈം ആയടി. സന്തോഷം കണ്ട. ഇതാണ് എല്ലാവർക്കും പറയാനുള്ള, നീയും അനുഭവിക്കണോന്ന്. സീമ ചേച്ചി നിങ്ങൾ മാച്ചാണല്ലോ, ഉഷാമ്മയായിട്ട് മാച്ചാണല്ലോ. എന്റെ അമ്മേന്റെ ഇതുപോലത്തെ സാരിയായിട്ട് ഉടുത്തേക്കണ ഇന്ന്. മാച്ചാണ് സീമ ചേച്ചി. എപ്പൊ ഒന്ന് കുറച്ചേരം ഹായ് പറഞ്ഞേ. സീമ ചേച്ചിനെ മിണ്ടിക്കണമെങ്കിൽ ഞാൻ ഒരു എന്റെ എനർജിയുടെ പകുതി അങ്ങോട്ട് കൊടുക്കണം ഞാൻ. ഹലോ, ഇവിടെ ചോട്ടുപ്പി ഇരിക്കണണ്ട നോക്കിയേ, ഞങ്ങളുടെ ചോട്ടുപ്പി നോക്കിയേ. ഒരു ഹായ് പറഞ്ഞ ചോട്ടുപ്പി. ഹലോ. ചക്കരേ ചക്കരേ ചക്കരക്കുടമേ. എന്റെ ഇപ്പത്തെ എന്റർടൈൻമെന്റ് എന്താണെന്നറിയാമോ? ഇതുങ്ങൾക്ക് ഉടുപ്പ് മേടിച്ചു കൊടുക്കുക, ഇതുങ്ങൾക്ക് ഇങ്ങനെ ഓരോ കിഡ് സെക്ഷനിലൊക്കെ പോയിട്ടില്ലേ ഓരോ സാധനങ്ങൾ നിങ്ങൾക്ക് നോക്കുക എന്നുള്ളതാണ് ഇപ്പത്തെ എന്റെ ഹോബി. കാരണം നമുക്ക് വേറെ ആരും ഇല്ലല്ലോ മേടിച്ചു കൊടുക്കാനായിട്ട് ഇതുപോലത്തെ സാധനങ്ങൾ. എന്റെ പിള്ളേരാ.
ഇന്ന് മുഴുവൻ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഒരു കുഞ്ഞു സാധനത്തിനെ കണ്ടില്ലല്ലോ എന്നിട്ടാ ഇവള് അപകടാവസ്ഥയിൽ ഇരിക്കണാണ് ഗൈസ്. നോക്കിയത് കണ്ടോ, സമയത്ത് പോയി ഒപ്പിച്ചുകൊണ്ടെന്നേക്കണം. നോക്കിയേ, ഇന്നലെ ഇവിടെ ഡൈനിങ് ടേബിളിന്റെ കാലിൽ തട്ടി ഒരു നഖം കളഞ്ഞ്, അത് കഴിഞ്ഞ് ആ സെയിം കാല് ഇന്ന് വീണ്ടും കൊണ്ട് തട്ടി വീണ്ടും സീനായി കരഞ്ഞോണ്ടിരിക്കുക. ഇന്ന് മുഴുവൻ ഇവള് പെണ്ണ് കരച്ചിലായിരുന്നു അല്ലേ? അതെ, ഞാൻ ഇത്രയും കണ്ട് സംസാരിച്ചൊന്നും അറിയാണ്ട് പുറകിരുന്ന് ഊന കളിക്കുന്ന എൻ്റെ പിള്ളേരെ നോക്കി, എന്തൊരു നിഷ്കളങ്കത. ചിരിച്ചേടാ ഒന്ന്, ചിരിച്ചേടാ പിള്ളേര്. പിന്നെ ഇവൻ ഓട്ടത്തിലായിരുന്നു കേട്ടാ. ഇവന് കെട്ടിച്ചുവിടാത്തതിന്റെ എൻ്റെ അതുകൊണ്ടിട്ട് ഇവൻ ഓട്ടമാണ് എന്നെ കെട്ടിച്ചുവിടാൻ വേണ്ടി. അതെ, ഇപ്പൊ എത്തിയേക്കണം എല്ലാ ബഹളങ്ങളും കഴിഞ്ഞപ്പോഴത്തേക്കും. പേടിക്കണ്ട, കഴിഞ്ഞിട്ടില്ല, തുടങ്ങാൻ പോണേള്. അപ്പൊ ഇന്നത്തെ ഈ വ്ളോഗ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എനിക്ക് തോന്നണില്ല കേട്ടോ ഭയങ്കര അടിപൊളി വ്ളോഗാണെന്നുള്ള, കാരണം ഭയങ്കര തിരക്കായിരുന്നത്തെ ദിവസം നമ്മള് എൻജോയ് ചെയ്യായിരുന്നു ആ വൈബ്. എന്താടാ യൂന ജയിച്ചതിന് സൈഡിൽ ഇരുന്നേ പറയണിരുന്നോണ്ട് ഉറക്കെ പറഞ്ഞേ. അപ്പൊ ഇന്ന് ഫുൾ പവർ ആയിരുന്നു കേട്ടോ എല്ലാവരും. ഭയങ്കര രസമായിരുന്നു ഇന്നത്തെ ദിവസം. നമ്മളെല്ലാവരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു. എല്ലാവരും കൂടെ ഡാൻസ് കളിച്ച് അടിച്ച് പൊളിച്ചിട്ടൊക്കെയാണ് വന്നത്. അപ്പൊ ഞങ്ങൾ എൻജോയ് ചെയ്ത പോലെ തന്നെ നിങ്ങളും ഈ വ്ളോഗ് എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. സോ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.